ഈ ദിവസങ്ങളിൽ ലയോ 14 മാർപ്പാപ്പ ആഗോള സഭയുടെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കാലാനുസൃതമായ മാറ്റത്തിന് തയ്യാറാകണം. ഈ ആശയത്തെ ഞാൻ കുടുംബ ജീവിതവുമായിട്ട് മാത്രം ഒന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് കാണുകയാണ് തൽക്കാലം. കാലാനുസൃതമായ മാറ്റം എന്ന് പറയുമ്പോൾ അത് വളർച്ചയ്ക്കുള്ളതായിരിക്കണമെന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മളൊന്ന് മനസ്സിൽ വയ്ക്കുക. അതുപോലെ പാരമ്പര്യം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തോളം തുല്യമായതാണ്, ഉന്നതമാണ്. ആ പാരമ്പര്യങ്ങൾ കൈമാറുന്നത് സഭയാകുന്ന കൂട്ടുകുടുംബത്തിലൂടെയും ഓരോ കുടുംബത്തിലൂടെയും ആണെന്ന് നമ്മൾ ഓർക്കണം. ഇനി അത് കുടുംബ ജീവിതത്തിലേക്ക് മാത്രം പ്രത്യേകം വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് വിവാഹ മോചനത്തെക്കുറിച്ച് തന്നെ തർക്കമുണ്ടായി. വിവാഹമോചനം വേണമെന്ന് അപ്പസ്തോലന്മാർ വാദിച്ചു. അപ്പോൾ അവിടെ ഈശോ പറഞ്ഞെന്താ? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്തരുത്. അവിടെ ഈശോ ആ മൂല്യത്തിനാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. എങ്കിൽ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കാലാനുസൃതമായ മാറ്റം കുടുംബജീവിതത്തിലേക്ക് ഈ കാര്യത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ വിവാഹമോചനത്തിന്റെ നിസ്സാരമായ കാര്യങ്ങൾക്ക്, വിവാഹമോചനത്തിന്റെ തെറ്റായ സംസ്കാരത്തിന്റെ പുറകെ പോകാതെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ഏർപ്പെടുത്തരുത് എന്ന ആ ആശയത്തിന്, ആ പാരമ്പര്യത്തിന് പ്രാധാന്യം നൽകാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, വർദ്ധിച്ചു പെരുകട്ടെ എന്ന ഉൽപ്പത്തി പുസ്തകത്തിലൂടെ ദൈവം നൽകിയിട്ടുള്ള കൽപ്പന വർദ്ധിച്ചു പെരുകുക എന്നുള്ളതാണ്. ആ കൽപ്പന ഇന്ന് ലംഘിക്കപ്പെടുകയാണ്. ആ കൽപ്പന ലംഘിക്കപ്പെട്ടുകൊണ്ട് ഇന്ന് ക്രൈസ്തവ സമൂഹം, കത്തോലിക്ക സമൂഹം അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കൾക്ക് ജന്മം നൽകുക എന്ന ആ വലിയ പാരമ്പര്യത്തെ ഇവിടെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കണം. അത് കാലോചിതമായ ഒരു മാറ്റമായിട്ട് തന്നെ കാണണം. എന്തുകൊണ്ടാണ് കാലോചിതമായ മാറ്റം എന്ന് പറയുന്നത്? ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ, കത്തോലിക്ക കുടുംബങ്ങൾ, ക്രൈസ്തവ കുടുംബങ്ങൾ ഇല്ലാതാകുന്ന ഒരവസ്ഥയുണ്ട്. മക്കളെ ജനിക്കുന്നില്ല, യുവാക്കളെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല, യുവതികളെ മക്കൾക്ക് ജന്മം നൽകാനായിട്ട് തയ്യാറാകാത്തൊരവസ്ഥയുണ്ട്. എങ്കിൽ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കാനായിട്ട് നല്ല കുടുംബങ്ങൾക്ക് രൂപം നൽകുക, ദൈവം തന്ന മക്കളെ സ്വീകരിക്കുക എന്ന ആ പാരമ്പര്യത്തെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കണം. ഞാനിത് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു ആശയമായിട്ട് നിങ്ങൾ എടുക്കരുത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തന്നെ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന അപ്പസ്തോലിക കത്തിൽ 9-ാമത്തെ നമ്പറിൽ പ്രത്യേകമായിട്ട് അത് പറയുന്നുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കുടുംബത്തിന്റെ പാരമ്പര്യത്തെയാണ് ദൈവത്തിന്റെ മക്കൾക്ക് ജന്മം നൽകിക്കൊണ്ട് നമ്മൾ വീണ്ടെടുക്കേണ്ടത് എന്നുള്ളത് ഇന്ന് കാലോചിതമായിട്ട് തന്നെ മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം ഇസ്രായേലിന്റെ ശക്തിയാണ്. ഇസ്രായേൽ ജനം ജർമ്മനിയിൽ വെച്ച് അതിക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നുപോയവരാണ്, വംശഹത്യ നേരിട്ടതാണ്. അവസാനം അവർക്ക് ജെറുസലേമിലെ അല്ലെങ്കിൽ പലസ്തീനായിലെ കുറച്ച് സ്ഥലം കിട്ടി. അവരെ നശിപ്പിക്കാനായിട്ട് എന്തെല്ലാം പരിശ്രമങ്ങൾ ഏതെല്ലാം രീതിയിലുണ്ടായി, അവർ അതിനൊക്കെ അതിജീവിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് കേരളത്തിന്റെ പകുതി മാത്രം സ്ഥലമുള്ള ആ ഇസ്രായേൽ രാജ്യം തീർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കുടുംബത്തിലെ ദൈവത്തിന്റെ മക്കൾക്ക് ജന്മം നൽകി. അതുകൊണ്ട് അവർക്ക് സാധിച്ചു. ആ ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമ്മളിത് പഠിക്കണം. അതുപോലെ തന്നെ ഇസ്ലാം സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുക. അവർ സമ്പത്തില്ലായ്മയെക്കുറിച്ചോ ദാരിദ്ര്യത്തെക്കുറിച്ചോ അങ്ങനെയുള്ളതൊന്നും ചിന്തിക്കുന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടി ദൈവത്തിന്റെ മക്കൾക്ക് ജന്മം നൽകുക. അപ്പോൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, ക്രൈസ്തവ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം നൽകുന്ന സമ്പത്തിനും ആരോഗ്യത്തിനും അനുസൃതമായി ജന്മം നൽകുക എന്നുള്ളതായ ആ മഹത്തായ പാരമ്പര്യത്തെ വീണ്ടെടുത്തുകൊണ്ട്
സഭയെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കണം. യോഹന്നാൻ പറഞ്ഞു, ദൈവത്തിന് കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന്റെ മക്കളെ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇന്ന് വരെ കല്ലിൽ നിന്നും ദൈവം ആരെയും ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ദൈവം തന്റെ രക്ഷാകര പദ്ധതി തുടരുന്നത് കുടുംബങ്ങളിലൂടെയാണ്. അബ്രാഹത്തിന്റെയും സാറായുടെയും വൈവാഹിക ബന്ധത്തിലൂടെ തന്നെ ഇസഹാക്കിന് ജന്മം നൽകിക്കൊണ്ട് ആ ഇസഹാക്കിലൂടെയാണ് ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തേരി പോലെയും തന്റെ ആദ്യജാതനായ ഇസ്രായേൽ ജനത്തെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി തുടരേണ്ടത് കുടുംബങ്ങളിലൂടെയാണ്. അപ്പോൾ കുടുംബങ്ങളില്ലാതെ വരുമ്പോൾ, കുടുംബങ്ങളിൽ മക്കളില്ലാതെ വരുമ്പോൾ, തലമുറകളില്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സഭയില്ലാതാവുകയാണ്, പരിശുദ്ധ കുർബാന ഇല്ലാതാവുകയാണ്. പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ സഭാത്മകമായ രക്ഷാകര പദ്ധതി തകർക്കപ്പെടുകയാണ്. അപ്പോൾ കുടുംബജീവിതത്തിലൂടെ നമ്മൾ ദൈവത്തോട് പറയുന്ന, സഭയോട് പറയുന്ന ഉടമ്പടി എന്താണ്? ദൈവത്തിന്റെ മക്കൾക്ക് ജന്മം നൽകിക്കൊണ്ട് സഭയ്ക്ക് ജീവൻ നൽകാം. ദൈവത്തിന്റെ കുർബാന കേന്ദ്രീകൃതമായ രക്ഷാകര പദ്ധതി കുടുംബത്തിലൂടെ തുടരാം. അത് തകർക്കാനുള്ളതായ അവകാശവും ഉത്തരവാദിത്വവും, ആ വാക്കുകൾ ശരിയല്ല. കുടുംബജീവിതത്തിലൂടെ ആ ദൈവത്തിന്റെ പദ്ധതി തകർക്കാനായിട്ടുള്ളതായ അധികാരമല്ല, അധികാര മാർഗമില്ല. മറിച്ച് കുടുംബജീവിതത്തിലൂടെ തന്നെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി തുടരാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് പരമ്പരാഗതമായ ആ കുടുംബ മൂല്യത്തെ, ദൈവത്തിന്റെ മക്കൾക്ക് ജന്മം നൽകുക എന്ന വലിയ മൂല്യത്തെ വീണ്ടെടുത്തുകൊണ്ട്, കാലാനുസൃതമായിട്ട് വീണ്ടെടുത്തുകൊണ്ട് സഭയെ പടുത്തു തീർത്താനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല, കുടുംബങ്ങളിലൂടെയാണ് തലമുറകളിലേക്ക് വിശ്വാസം പകരേണ്ടത്. മക്കളിലേക്ക് വിശ്വാസം പകരുന്നത് മാതാപിതാക്കളിലൂടെയാണ്, പ്രായമായിട്ടുള്ളവരിലൂടെയാണ്. അത് സാധ്യമാകണമെങ്കിൽ യുവതി യുവാക്കൾ നേരത്തെ വിവാഹം കഴിക്കണം. അല്ലെങ്കിൽ അവിടെയും പല കുറവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനത്തെ സ്വീകരിച്ചുകൊണ്ട്, അതായത് പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കാലാനുസൃതമായ മാറ്റത്തിന് തയ്യാറാവുക എന്ന വെല്ലുവിളി കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, ഒരു കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ മക്കൾക്ക് ജന്മം നൽകിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ വളർത്തിയെങ്കിൽ, ഇടക്കാലത്ത് വെച്ച് നമ്മൾ ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള അമിതമായ ചിന്താഗതിയിൽ കുട്ടികൾ ഒന്നോ രണ്ടോ മതി എന്നാക്കി അതിന്റെ ഭവിഷ്യത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ കാലത്തിന്റെ വെല്ലുവിളികളെ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുരോഗമനപരമായിട്ട് ചിന്തിക്കുവാൻ സാധിക്കുന്നിടത്തോളം നേരത്തെ തന്നെ യുവതി യുവാക്കൾ വിവാഹിതരാകുവാൻ, ദൈവത്തിന്റെ മക്കൾക്ക് ജന്മം നൽകിക്കൊണ്ട് കുടുംബജീവിതത്തെ പടുത്തുയർത്തിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ രക്ഷാകര പദ്ധതിയെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരമപരിശുദ്ധ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.